പാതിരാത്രി ഒറ്റയ്ക്ക് മോർച്ചറി പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവും. So hey guys, welcome to my new reel series which I personally call Makeup and Murder Mystery. Short form ആക്കി പറഞ്ഞാൽ MMS, where I put on my face while കേരളത്തിലെ ഞെട്ടിച്ച മർഡർ മിസ്റ്ററീസ് പറഞ്ഞുകൊണ്ട്. അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം ഉണ്ടായിക്കൂടാ? കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ നാച്ചുറൽ കേസ് എന്ന് വിളിക്കാൻ പറ്റുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് കേസാണ്. ഇത് ഓൾറെഡി അറിയാവുന്ന ഒരു സ്കിപ്പിക്കോ സംഭവം കുറച്ച് ഫേമസ് ആണ്. അതായത് നമ്മുടെ കഥ നടക്കുന്നത് ഏകദേശം 1977 ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന കുറച്ച് സ്റ്റുഡൻസ് കൂടിയിട്ട് ഒരു ബെറ്റ് വെക്കുകയാണ്. നൈറ്റ് മോർച്ചറിയിൽ കയറാനാക്കാണ് ധൈര്യം. അങ്ങനെ ഫുൾ അടിയായി ഇഷ്യൂ ആയി. അവസാനം ബെറ്റ് വെച്ചവൻ തന്നെ എന്ത് പറഞ്ഞു കയറാന്ന് പറഞ്ഞു. ബെറ്റ് വന്നത് നൈറ്റ് മോർച്ചറിയിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഡെഡ് ബോഡീന്റെ വായിൽ ഒരു സിഗ് കുത്തി വെക്കും. അപ്പോൾ നമ്മുടെ കഥാനായകൻ അത് കയറി ഏത് ബോഡിയിലാണ് ഈ സിഗ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആ സിഗും കൊണ്ട് പുറത്തിറങ്ങണം. അസ്തലിവ് അങ്ങനെ നൈറ്റ് ടൈം ആയപ്പോൾ പുള്ളി കണ്ട ധൈര്യമൊക്കെ സംഭരിച്ച് മോർച്ചറിയിൽ കയറി. അവിടെ അന്ന് പുള്ളിയുടെ ഭാഗ്യത്തിന് ഒരു 2-3 ബോഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി സെർച്ച് തുടങ്ങി. അവസാനം ഒരു ബോഡിയിൽ ഈ സിഗ് ലൈറ്റ് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോഴാണ് പുള്ളി വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഡെഡ് ബോഡിക്ക് ജീവനുണ്ട്. അനങ്ങാൻ തുടങ്ങി. കണ്ണു തുറന്നു. പതുക്കെ ഈ സിഗരറ്റ് വായിലേക്ക് ചവച്ചിറക്കി. മമ്മൂക്ക സ്റ്റൈൽ. അങ്ങനെ ഈ ധൈര്യം സംഭരിച്ച് പോയ പുള്ളി ഈ ഡെഡ് ബോഡി എണീറ്റത് കണ്ടതും സ്പോട്ടിൽ കത്തം. അങ്ങനെ പിന്നെ പോലീസായി, കേസായി, അന്വേഷണമായി. ദിസ് ടേൺഡ് ഔട്ട് ടു ബി എ സെൻസേഷണൽ കേസ്. പക്ഷേ ഈ സ്റ്റോറിയിൽ ഒരു ട്വിസ്റ്റും കൂടി ഉണ്ട്. അതറിയാൻ ഞാൻ ബാക്കി പറയുന്നതിന് മുന്നേ 1983 റിലീസായ മോർച്ചറി എന്നൊരു മൂവി ഉണ്ട്. കുറച്ച് പഴയതാണ്, ബട്ട് ഇറ്റ് വിൽ ക്വെഞ്ച് യുവർ ക്യൂരിയോസിറ്റി. അപ്പൊ എന്റെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റോറി പകുതിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ബാക്കി കേൾക്കാനും മോർ ക്യാപ്സ്യൂൾ മർഡർ മിസ്റ്ററി സ്റ്റോറീസ് കേൾക്കാനും എന്റെ തൊലിഞ്ഞ മേക്കപ്പ് കാണാനും ഫോളോ